എന്നിട്ട് അവർ പറയും ദീനാണ് എല്ലാത്തിൻ്റെയും വെറുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ദീനാണ്. എന്നാൽ ലോകത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ദീനില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ളത് ചരിത്രം. നമ്മളാരും വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. ദീൻ വേണ്ട എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മതനിരാസകരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത്. ചരിത്രത്തിൽ നമുക്ക് എണ്ണപ്പെട്ട് കാണാൻ പറ്റും. എന്നിട്ടും അവർ പറയും ഇസ്ലാമിലാണ് അങ്ങനെ. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ഇവരാണ് ഏറ്റവും കൂടുതൽ ആളുകളോട് വെറുപ്പ്. എന്നാൽ ഇവർക്ക് മതമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വെറുപ്പ് ഇവരുടെ മനസ്സിലും പോകില്ല. അല്ലെ മതം വേണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ, അവർ ഈ പറയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഇല്ലാതിരിക്കുന്നുണ്ടോ? ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ ചിന്തിച്ച് നോക്കൂടെ? നമ്മുടെ നാട്ടിലെടുത്ത് ചിന്തിച്ച് നോക്കൂ. ഇവിടെ മതമുള്ളവരാണോ ഇവിടെ അക്രമത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും മുൻപിലുള്ളത്? അതല്ല മതമില്ല ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവരാണോ? ചിന്തിച്ചു നോക്കൂ. ഈ മതമില്ല എന്ന് പറയുന്നവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അക്രമത്തിനും ഇതുപോലെയുള്ള നിഷിദ്ധങ്ങളായ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ കാണുക. കാരണം എന്താണ്? ഇവർക്ക് ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ഇവരുടെ വിശ്വാസം ഇതൊന്നുമില്ല, ലോകത്തിൽ ദൈവമൊന്നുമില്ല, അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ഹറാമുകൾ ചെയ്യാനും ഇവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. ഇവരെന്ത് ഹറാമുകൾ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. ഇവർക്ക് ആരെയും പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായി നമ്മൾ അവരെ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇവർക്കൊന്നും നോക്കാനില്ല. ഇവർക്ക് സ്വന്തം മാതാവിനെ കൊന്നാൽ എന്താ പ്രശ്നം? ആരെയും ചോദിക്കാനുള്ളത്? മാതാവിന് പാപം എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒരു പാപം അവരെടുത്തില്ലല്ലോ. സ്വന്തം മാതാവിനെ ഉപചരിച്ചാലോ മാതാവിനെ കൊന്നാലോ സ്വന്തം കുടുംബക്കാരനെ അനുജനെയോ ജ്യേഷ്ഠനെയോ കൊന്നാലോ ഒന്നും ഇവർക്ക് പേടിക്കാനില്ലല്ലോ. കാരണം എല്ലാവരും മണ്ണായി തീരാനുള്ളതാണ്. എൻ്റെ ഒരു ജീവിതം ഇല്ല, ചോദ്യമില്ല, പിന്നെന്തിനാണ്? ഇന്നൊന്നും ചോദിക്കാനില്ല. പിന്നെന്തിനാ ഇങ്ങനെ പറയുന്ന എത്തിക്സും ഈ പറയുന്ന വികാരങ്ങളൊക്കെ എന്തിനാണ്? ഒന്നിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ജയിച്ചടക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളൊന്നും വകവെച്ചു കൊടുക്കേണ്ടതില്ലല്ലോ. ആ രൂപത്തിൽ സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലാതെ സൂക്ഷ്മതയോടുകൂടി ഒരാളെ ആക്രമിക്കാൻ പാടില്ല, ഒരാളുടെ പണം അത് അന്യായമായി നിങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ദീനിൻ്റെ ആളുകളെ അവർ നോക്കി പറയുകയാണ് ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഉറപ്പിച്ച് പറയാണ് ലദാല്ലൂൻ, അവർ വഴിവെച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.